ഹിന്ദി ടീച്ചർ കേരള എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിന്ദി ഭൂഷൺ കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഹിന്ദി ഭൂഷൻ്റെ സിലബസിൻ്റെ ഓഗസ്റ്റ് 2004 എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എന്ന രീതിയെക്കുറിച്ച് പ്രചാരസഭ എക്സാം ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് പറയുന്നത്. ചോദ്യ പേപ്പറിന് സംബന്ധിച്ച നിർദ്ദേശം 2024 ഓഗസ്റ്റിലെ സിലബസ് അനുസരിച്ചുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഹിന്ദി പ്രഥമ മുതൽ പ്രവേശ് വരെയുള്ള ചോദ്യപേപ്പറുകൾക്ക് മറ്റ് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. അതായത് പ്രഥമ മുതൽ പ്രവേശ് വരെ മാറ്റമുണ്ടാവില്ല. ഹിന്ദി ഭൂഷൺ സാഹിത്യാചാര കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. പാറ്റേൺ എന്ന് വെച്ചാൽ അതിൽ മാർക്കുകൾ വ്യത്യാസമാണ്, ബാക്കിയൊക്കെ ഓർഡറൊക്കെ സെയിം ആണ്. ഹിന്ദി ഭൂഷൺ മുതൽ സാഹിത്യാചാര ചോദ്യപേപ്പറിൽ മാറ്റമുണ്ട്. അവയുടെ രൂപരേഖകൾ താഴെ പറയും പ്രകാരമാണ്. അപ്പോൾ ഹിന്ദി ഭൂഷൺ പ്രഥമ ഖണ്ഡ് പരീക്ഷ പ്രശ്നപത്ര 1 കിനി 5 അവതരണ കാ സപ്രസംഗ വ്യാഖ്യാൻ. സപ്രസംഗ വ്യാഖ്യാനാണ് കൊടുത്തിരിക്കുന്നത്. 5 മാർക്കിൻ്റെ 5 എണ്ണം. കഴിഞ്ഞ പ്രാവശ്യം സെയിം തന്നെയായിരുന്നു. 5 മാർക്കിൻ്റെ 5 എണ്ണം തന്നെയായിരുന്നു. 25 മാർക്കാണ് ഉത്തരങ്ങൾ 5 ചോദ്യം ഉണ്ടാവുക. അടുത്തായി കിസി ഏക് സാഹിത്യകാരി के बारे में അനുശേഷിച്ച് പാഠഭാഗങ്ങളെ സംബന്ധിച്ച് ഒരു സാഹിത്യനെ കുറിച്ച് എഴുതുക. അതായത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു ആ ചോദ്യം 15 മാർക്കിന്. പ്രേംചന്ദും ജയശങ്കർ പ്രസാദും അതുപോലെ തന്നെ 2-3 കവികളെക്കുറിച്ച് കൊടുക്കും. സ്ഥിരമായിട്ട് പ്രേംചന്ദിനെ കുറിച്ചിട്ട് ഒരെണ്ണം പഠിച്ചു പോയാലും മതി. 15 മാർക്ക് നിങ്ങൾക്ക് അതിൽ സ്കോർ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻസാണ്, 3 ഓപ്ഷനിലുണ്ടാവും. അടുത്ത ഏകാംഗി തത്വ ആധാർ പർ കിസി ഏകാംഗിക്ക് ആലോചന. ഏകാംഗിനെ കുറിച്ചിട്ടാണ് 15 മാർക്കിൻ്റെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്ത ഏകാംഗിയാണ്. അടുത്ത ഏക്ക് കഹാനിക്ക് സാരാംശം ഇരിക്കുക. 15 മാർക്കിൻ്റെ 3 കഹാനിക്ക് സ്ഥിരമായിട്ട് വരുന്നത് ശരണാഗത്ത്, അത് മൽബേക്ക് മാലിക്ക്, ആദ്മിക്ക് ബച്ച, ഇതൊക്കെയാണ് സ്ഥിരമായിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 3-4 പഠിച്ചു പോവുക. അടുത്ത അഗ്നിഷിക നാട്ടക് സംബന്ധിച്ച് പ്രശ്നിക്കുക. കഥാപാത്രങ്ങൾക്ക് ചരിത്ര ചിത്രണം. അപ്പോൾ അഗ്നിഷിക്കേൻ്റെ സംബന്ധിച്ചിട്ട് അതിൻ്റെ കഥാപാത്രങ്ങളുടെ ചരിത്ര ചിത്രമാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ സാരാംശം അതിങ്ങനെ ഒരെണ്ണം ഓപ്ഷനിലുണ്ടാകും. അടുത്തായി നിർമ്മല ഉപന്യാസക സംബന്ധിച്ച പ്രശ്നം. നിർമ്മലനെ കുറിച്ചിട്ട് ഒരു 15 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഇത്രയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയാണ് 100 മാർക്കിൽ 25 മാർക്ക് എസ് തന്നെ വരുന്നുണ്ട്. 15 മാർക്കിൻ്റെ 75 മാർക്കിൻ്റെ എസ് തന്നെ വരുന്നുണ്ട്. ബാക്കി 25 മാർക്ക് മാത്രമാണ് സപ്രസിംഗ വ്യാഖ്യാനിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകുക. അടുത്തായി ഭൂഷൺ പ്രഥമ ഖണ്ഡ് പ്രശ്നപത്ര 2 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ നോക്കാം. किन्हीं 2 प्रश्नों की उत्तर लिखिए. जैसे गणित मेरे लिए गर्म से छोटा है, कभी उस पर चढ़. ഇതും അതുപോലെ തന്നെ സപ്രസിംഗ ക്യാനിൽ നിന്നാണ് വരുന്നത്. അത് 5 മാർക്കിൻ്റെ 2 ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത കിസി ഏക് പ്രശ്ന ഉത്തരിക്കുക. ജയ്സെ ദാന്ത് സെ ക്യാ ഉപയോഗ. ദാന്ത് എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത പാഠ്യത്തെ നിബന്ധ ക സാരാംശം. ഇതൊരു നിബന്ധനെ കുറിച്ച് സാരാംശം എഴുതാൻ. കിസി പ്രശ്നയ്ക്ക് പദ്യക്ക് വ്യാഖ്യാനം. कविता समृद्ध का व्याख्यान. किसी एक कविता का सारांश. किसी एक ഭക്തിഭാവൻ കബീരദാസ് സൂരദാസിനെ കുറിച്ചിട്ട് ഭക്തിഭാവനാണ് ചോദിക്കുന്നത്. പഞ്ചവാടി ഖണ്ഡകാവ്യക്ക് ആലോചന. പഞ്ചവാടിയെ കുറിച്ചൊരു സാരാംശമാണ് ചോദിക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ എസ്സേകൾ വരുന്നുണ്ട് 3. ബാക്കിയൊക്കെ 5 മാർക്ക് വീതം വരുന്നുണ്ട്. 15 മാർക്ക് ഇവിടെ സാരാംശം വരുന്നുണ്ട്. ഇത്രയാണ് വരുന്നത്. പേപ്പർ 3ലേക്ക് കടക്കുമ്പോൾ നമുക്കതിൽ किन्हीं 3 प्रश्न का उत्तर लीजिए. जैसे साहित्य अनुवाद से समस्या क्या है. അതിൽ 10 മാർക്കിൻ്റെ 3 വരുന്നുണ്ട് ആദ്യം വരുന്നത്. പിന്നെ किन्हीं 3 प्रश्नों के उत्तर लीजिए. സംസ്കൃതി और സാഹിത്യ സംബന്ധം, അതിന് 10 മാർക്കിൻ്റെ 3 വരുന്നുണ്ട്. പിന്നെ 3 ടിപ്പണി ഇരിക്കുക. ടിപ്പണി വരുന്നുണ്ട്.
ഒരു 15 മാർക്കിന് മുന്നേ. പിന്നെ മാതൃഭാഷയ്ക്ക് അനുവാദിക്കുക. മാതൃഭാഷ ചെയ്യാൻ വേണ്ടി ഒരു 10 മാർക്കിൻ്റെ ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലാക്കാം. പിന്നെ ഹിന്ദിയും അനുവാദിക്കുക ചെയ്യാം. മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കണമെങ്കിൽ 15 മാർക്കും, അതുപോലെ തന്നെ മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് ആക്കാനും 10 മാർക്കും 15 മാർക്കും ചോദ്യമാണ് വരുന്നത്. ഇത്രയാണ് ഇതിൽ മാറ്റം വന്നിട്ടുള്ളൂ. എക്സാമിന് ടൈം ടേബിളൊന്നും വന്നിട്ടില്ല. ടൈം ടേബിൾ വരുന്നതനുസരിച്ചിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ഈ ചാനലിൽ. ടൈം ടേബിൾ ഏകദേശം എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 10-നും 11-നാണ്. ഓഗസ്റ്റ് 10-നും 11-നായിട്ടാണ് എക്സാം വരുന്നത്. അത് പിന്നീട് അവർ ടൈം ടേബിൾ വരുന്നതനുസരിച്ചിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ അവർ അപ്ഡേറ്റ് ചെയ്യും. സെൻറ്റേഴ്സ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിലവിലുള്ള സെൻറ്റേഴ്സൊക്കെ സെയിം തന്നെ ആയിരിക്കും. ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് എക്സാം വിഭാഗത്തിൽ നിങ്ങൾക്ക് അവർ അറിയിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രചാരകർക്കോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്കോ ഇതിൻ്റെ